ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ വയർ യൂസ് ചെയ്തിട്ട് ഒരു മോതിരമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇടാൻ പറ്റുന്ന പോലെ ഒരേ ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെറ്റീരിയൽ നോക്കാം. ഇത് ഞാൻ വാങ്ങിച്ചിരുന്നത് ബീറ്റ്സ് ആൻഡ് ഫാഷൻ എന്നൊരു സൈറ്റിൽ നിന്നാണ്. 125 രൂപയാണ് ഇപ്പോൾ ഓഫറിലുള്ളത്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 1.6 mm ആണ് കേട്ടോ. ഇതിൽ 5 മീറ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർ വെറുതെ എനിക്ക് തന്നതാണ് ഈ ഒരു ബീഡിങ് വയർ, നൈലോൺ വയർ. ഞാൻ ചോദിച്ചൊന്നുമില്ല, ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പം അന്ന് എത്ര രൂപയാണ് കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ അതിൽ ഓഫറുണ്ട്. 125 രൂപയാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള വയറാണെങ്കിലും നമുക്ക് വളയ്ക്കാനൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഇതിൻ്റെ അറ്റം മാത്രം വളയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് മോതിരം കിട്ടി. പിന്നെ നമുക്കിത് മോതിരത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ എന്തെങ്കിലും ഒന്നും ഇതുപോലെ വേണം കേട്ടോ. ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഐലൈനർ ബോട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം. പിന്നെ കട്ടറും പ്ലെയറൊക്കെയാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 17 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന അത്രയും ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്കെയിലിൽ വെച്ച് കാണിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും മറന്നു പോകും. അപ്പോൾ ഇതുപോലെ മോതിരം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് അറിയാൻ ത്രെഡ് വെച്ചിട്ട് വിരൽ ചുറ്റി നോക്കിയാലും മതി. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് അത്രയും ലെങ്ത്ത് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മെറ്റൽ വയർ നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം ഒന്ന് സ്ട്രെയിറ്റ് ആക്കി അതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ഒരു ലൂപ്പ് പോലെ വളച്ച് വെക്കുക. നമുക്ക് ഒരു പ്രാവശ്യം വളച്ചാൽ അങ്ങനെ ജസ്റ്റ് ഒരു ലൂപ്പ് പോലെ ഇരിക്കും. അല്ല, ഇതിന് കുറച്ചുകൂടി വളയ്ക്കണമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ചുറ്റി വെക്കാം. അപ്പോഴും കാണാൻ ഭംഗിയുണ്ടാവും. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കിതിൻ്റെ അറ്റം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ച് വെക്കുക. കാരണം അല്ലെങ്കിൽ അതിൻ്റെ അറ്റം ഷാർപ്പായിരിക്കുന്ന കാരണം കുത്തുകയൊക്കെ ചെയ്യും. പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ആകുമ്പോൾ പിന്നെ നമുക്കതവിടെ നല്ല ഭംഗിയിൽ ഇരുന്നോളും. അപ്പോൾ ഇതിൻ്റെ വളവും ചരിവൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് മോതിരത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഷേപ്പിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടി ഞാൻ വളച്ചിട്ടുണ്ട്. പിന്നെ പ്രസ് ചെയ്ത് നല്ല ടൈറ്റാക്കി വെക്കുക. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഒന്നുകൂടി ഇങ്ങനെ വളയ്ക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചുറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മെറ്റൽ വയർ എടുക്കുമ്പോൾ ലെങ്ത്ത് കൂട്ടിയെടുക്കണം. അല്ല ഇങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് സിമ്പിളായിട്ട് മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് കണക്കാക്കി എടുത്താൽ മതി. മോതിരത്തിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടി ഇതിൽ വെച്ച് ഇങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് പ്ലെയറോ കട്ടറോ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് വളഞ്ഞ് വന്നോളും. അപ്പോൾ ഇങ്ങനെ വളയ്ക്കുക. ഞാനിത് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റബിൾ മോതിരമാണ്. അല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെ നോർമലായിട്ട് ഇടുന്ന ടൈപ്പും ഞാൻ ഒന്ന് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പകുതി വളച്ചിട്ട് ഈ ബാക്കിലോട്ട് ഇതിങ്ങനെ തിരിച്ചു വയ്ക്കുക. അതായത് നമുക്ക് റിങ്ങിൻ്റെ ഷേപ്പിലോട്ട് ആ എത്രയാണോ നമുക്ക് സൈസ് വേണ്ടത് ആ സൈസിൽ ആദ്യം ഒന്ന് ചുറ്റുക. അതിനുശേഷം അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗമുണ്ടല്ലോ അത് റിവേഴ്സ് ഡയറക്ഷനിലോട്ട് നമുക്ക് മടക്കി വയ്ക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഈ ഭാഗം മുകളിലേക്ക് ആ ഡിസൈൻ നമ്മൾ ചുറ്റി വെച്ച ഡിസൈൻ മുകൾ ഭാഗത്തോട്ട് വരുന്നത് പോലെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ നമ്മൾ ഈ മടക്കിയത് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. അത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ വളച്ച് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണോ നമ്മൾ ഈ വളച്ച് വെച്ച അറ്റം വരേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ബെൻഡ് ചെയ്ത ഭാഗം നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഈ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ മറ്റേ ഭാഗത്തു കൂടി ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് മുകൾ ഭാഗത്ത് എങ്ങോട്ടാണോ ഷേപ്പ് വരുന്നത് അതിനനുസരിച്ച് വെച്ച് പ്ലെയറൊക്കെ യൂസ് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്കിങ്ങനെ അകത്തുകയും പിന്നെ കുറച്ച് പ്രസ് ചെയ്ത് ചെറുതാക്കുകയും വലുതാക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ അകത്തി നമുക്ക് വിരലിന് അളവിനനുസരിച്ചിട്ട് അത് മാറ്റുകയൊക്കെ ചെയ്യാം. അതിൻ്റെ അളവ് ഇതേപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പാണ് ഈ മോതിരം ആദ്യം ഉണ്ടാക്കിയത് കേട്ടോ. ഈ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന മോതിരം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, കാരണം നമുക്കതൊന്ന് വളച്ച് എടുക്കണം. ഇതാകുമ്പോൾ കുഴപ്പമില്ല. കറക്റ്റായിട്ട് റൗണ്ട് ചുറ്റി എടുത്ത ശേഷം നമുക്ക് ആ അറ്റം മാത്രം ഒന്ന് റൗണ്ടാക്കി ഡിസൈൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മോതിരം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ഈ മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് മുത്തോ അല്ലെങ്കിൽ സ്റ്റോണൊക്കെ ഒട്ടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.